വെൽക്കം ബാക്ക് ടു ഫാമിലി ചാനൽ ബ്ലോഗ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഒരു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൂ നോസ് മീ ബെറ്റർ അല്ലെ. ആർക്കാണ് ഇവരില് ഡോർഫിനിലും 3 പേരിലും സാറ, റബേക്ക, എമ്മി, ഇവര് 3 പേരിലും ആർക്കാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് അറിയുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അല്ലേ, റെഡി അല്ലേ? സാറ് പറഞ്ഞത് സാറയ്ക്കാണെന്നാണ്. അപ്പൊ ടോപ്പിക്ക ഒന്നും മിണ്ടുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കാം പറയുന്നത്. അപ്പൊ ആർക്കാണ് ഇവരിൽ ഏറ്റവും കൂടുതലായിട്ട് എന്നെ അറിയുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനും ഇങ്ങനെ ഒരു നമുക്കൊരു വെയിറ്റ് ചെയ്യണമല്ലോ, ആരായിരിക്കും കൃത്യമായിട്ട് പറയാൻ പോണെന്നുള്ളത്. ഓക്കെ, അപ്പൊ തുടങ്ങാം. റെഡി അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, ഞാനൊരു 10 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ ആൻസർ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇവർക്ക് തോന്നരുത് അയ്യോ അമ്മ അയാൾ പറഞ്ഞു ശരിയായിട്ട് പറഞ്ഞു, അങ്ങനെ ഒരാളെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എമ്മിക്ക് ഫേവറിസം ചെയ്യരുത്. ഇല്ല, എമ്മിക്കും ഫേവറേഴ്സ് ആർക്കും ഫേവറേഴ്സും ഇല്ല. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പറയണ ഉത്തരം ശരിയാണെങ്കിൽ അയക്കെന്ന് വന്നിട്ട് അറിയാം, അത്രേ ഉള്ളൂ. തുടങ്ങാം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് നമ്മുടെ ലൈക്ക് ബട്ടണില്ല സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. ഓരോരുത്തരും പറയണേ, കൈ വെക്കണ്ട, ഓരോരുത്തർ എല്ലാവർക്കും പറയാലോ. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് അത് എവിടെ ആർക്കാ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം? ജിലേബി. ഇല്ല, ഞാൻ പറയാം മഞ്ഞ ജിലേബി. ലഡുവാ? ഡോപ്പി ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാൻ 2 പറഞ്ഞുതരാം. സോൻപപ്പടി, മഞ്ഞ ജിലേബി അല്ലേ? എല്ലാ ജിലേബി എനിക്കതേ അറിയുള്ളൂ. പക്ഷെ ഇവർക്ക് അറിയാം, എന്നാലും നിങ്ങക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാരണം, ഒരു സ്വീറ്റ് ഉണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ പറയട്ടെ? ഹൽവ അല്ല, നമ്മുടെ ഈ ആഗ്രാപേട. നിങ്ങക്ക് അറിയാൻ പാടില്ലാതെ പോയത്. എനിക്ക് അങ്ങനത്തെ സാധനം ഉണ്ടെന്ന് പോലെ അറിയാൻ പാടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് എന്ന് വെച്ചാൽ ആഗ്രാപേടയാണ്. പക്ഷെ എന്താ കാരണം വെച്ചാൽ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാനത് കഴിച്ച് നിങ്ങൾ കണ്ടിട്ടില്ല. അല്ല, ജിലേബിനെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ. ഞാൻ ഇങ്ങനെ മഞ്ഞ ജിലേബി കഴിക്കണ കാര്യം അതാണ്. പക്ഷെ എന്നാലും എന്റെ ഇഷ്ടം തന്നെയാണ് പറഞ്ഞത് കേട്ടോ. സോൻപപ്പടി എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഏകദേശം എന്റെ എമ്മിക്കുഞ്ഞിനെ വെച്ച് ബാക്കി എല്ലാവർക്കും ഏകദേശം ഒക്കെ അറിയാം. അടുത്തത് പോയൊന്നുമില്ല, പിന്നെ മനസ്സിലാവും. കൈ പൊക്കണ്ട, ഓരോരുത്തർ പറഞ്ഞു. അടുത്തൊന്നും നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം, ഡോർഫിൻ തുടങ്ങി തുടങ്ങട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം? നമുക്ക് ഫേവറേറ്റ് നിറം ഇല്ലെന്നാ നമ്മ എപ്പോഴും പറയാ. അതെനിക്ക് കിട്ടുന്നില്ല, എന്നാലും ഞാൻ നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് അധികം സമയം എടുക്കരുത്. സാറ ശരിക്കും പറഞ്ഞ ആൻസർ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട നിറം ഇല്ല. എനിക്ക് ഞാൻ എപ്പോഴും ചോദിക്കണ അല്ല, നിങ്ങൾക്കറിയാം. എനിക്ക് ഇതെല്ലാവരും ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് മറ്റേ കുറച്ചു നേരം മുമ്പ് പറഞ്ഞത് അമ്മ. അയ്യോ, എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഞാൻ പറഞ്ഞു. മൈ ഗുഡ്നസ്, ഫുട്ബോൾ. എനിക്ക് ഫുട്ബോളാണ് ഇഷ്ടം. എന്താ അറിഞ്ഞൂടെ? അത് സപ്പോർട്ട് ചെയ്യാത്തല്ല. അതിന്റെ കാരണം ഡോപ്പി ബ്ലാസ്റ്റേഴ്സിന്റെ കടുത്ത ആരാധകനാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ബംഗളൂരുവിന്റെ ഫാനാണ്. അപ്പം ഞങ്ങൾ അടിയാവും. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഡ്യൂറൻ കപ്പ് ഞാൻ കാണാൻ പോയപ്പോ നിങ്ങൾ സമ്മതിച്ചാ? ഇവിടെ സിനിമ കണ്ട് കൈസ് ഇവിടെ കളിക്കുന്നുണ്ട്, എന്നെ കാണാൻ സമ്മതിച്ചില്ല. ഞാൻ ഫോണിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടപ്പെട്ട സദ്യ. ചോറ് മാത്രം
അല്ലെങ്കിലും അത് തന്നെ എനിക്കറിയാം ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഔട്ട് ആക്കി. ഓക്കെ ടെൻഷൻ വരുമ്പോ ഞാൻ ചെയ്യണത് എന്താണ്? നനക്കും ടെൻഷൻ വരുമ്പോ നീ എനിക്കറിയാം എനിക്ക് യോഗ ചെയ്യും ഞാൻ പറയാം യോഗ ചെയ്യും വെള്ളം കുടിക്കും. വെള്ളം കുടിക്കും. അല്ല, ഞാൻ സിനിമ കാണും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഫുട്ബോൾ ആണെന്ന് പറഞ്ഞു. എന്റെ ഇഷ്ടപ്പെട്ട ഫുട്ബോളർ അത് ഇവിടെ നിന്ന് കേട്ടോ, ഇങ്ങനെ തുടങ്ങാം, അതാ നല്ലത്. പറ ഇഷ്ടപ്പെട്ട ഫുട്ബോളർ ഫുട്ബോളർ പെലെ. പറ. അറിയില്ല. വഴക്കിട്ട് പറ. റൊണാൾഡോ. No. ഞാൻ പറഞ്ഞുതരാം. ഏതോ ഒരു ബ്രസീലിയൻ പ്ലെയർ ആണ് അല്ലേ? അല്ല, മെസ്സിയോ? ബാറ്റിസ്റ്റൂട്ട. ആർട്ടിസ്റ്റ്. അത് അർജന്റീനിയൻ പ്ലെയർ ആണ്. ആ പെലെ എന്റെ ഇഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞിട്ടില്ല ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് statement മാറ്റി പറയും. ആദ്യം പറയും റൊണാൾഡോ. അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ടീം എന്ന് പറഞ്ഞു നോക്കിയാൽ ഞാൻ ബ്രസീൽ ടീമിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ചെറുപ്പം മുതലേ, എന്നെ പേഴ്സണലി എന്റെ വീട്ടുകാർക്ക് മുതലുള്ളവർക്ക് അറിയാം, ബാറ്റിസ്റ്റൂട്ടിനെ എനിക്ക് ഇഷ്ടമെന്നുള്ളത്. എന്താന്നറിയാ, അർജന്റീന കീ ജയ്. ഞാൻ ആരാധികയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ കാണാറില്ല. അപ്പൊ അടുത്തത് എന്റെ ബ്ലഡ് ഗ്രൂപ്പ്. അത് അടുത്തത് എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലാണെങ്കിൽ രാജസ്ഥാൻ, പുറത്തോട്ടാണെങ്കിൽ ബാലി. രാജസ്ഥാൻ അല്ല, എവിടെ ഇന്ത്യയിലാണ്? അല്ലെങ്കിൽ ഇന്ത്യയിലാണ് സാറ് രാജസ്ഥാനാ. പുറത്തോട്ടാണെങ്കിൽ രാജസ്ഥാനാണ്. ഞാൻ പുറത്തേക്കുള്ള സ്ഥലം ഉദ്ദേശിച്ചില്ല. ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ പോകണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ്. റബേക്ക നമ്മള് വഴക്കിട്ടിരിക്കുന്നത് ശരിയല്ല കേട്ടോ. എനിക്ക് പോകാൻ പേടിയുള്ള സ്ഥലം ഞാൻ പറയട്ടെ. പറ. നിനക്കറിയാമായിരുന്നു അത്? അറിയാം. എനിക്ക് പോകാൻ പേടിയുള്ള സ്ഥലം. അതെ. അടുത്തത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ പറയാം. ഞാൻ ചോദിച്ചോട്ടെ, അത് യൂട്യൂബർ ആകാൻ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, എനിക്ക് എന്തായി തീരണം എന്നുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, യൂട്യൂബർ. അടുത്തത് മറ്റേ നമ്മുടെ നല്ല മോട്ടിവേഷൻ സ്പീക്കർ. എനിക്കൊരു പബ്ലിക് സ്പീക്കർ ആവുക, അല്ലെങ്കിൽ അങ്ങനെ ആവാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം. ഇപ്പൊ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ കളി കാണാനൊന്നും വരാറില്ല. അതുകൊണ്ടാണ് അവർക്ക് അത് അറിയാതെ പോയത്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതുകൊണ്ടാണ്. ബാക്കി ഇവർക്ക് അറിയാവുന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണ്ടേ? കമന്റ് ചെയ്യണം. ഓക്കെ, ബൈ.